നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് നാളത്തെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്. ആ സമ്പത്തിനെ ആരോഗ്യപരമായിട്ട് തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. ഡ്രഗ്സിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സീറോ ആവും. ബട്ട് ബി എ ഹീറോ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. അതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിൽ വിശ്വശാന്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് പ്രശ്നങ്ങളെ മറക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ സോൾവ് ചെയ്യണം. അതിനെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. പരിസരങ്ങൾ, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ പല ആൾക്കാർ നിങ്ങളെ വൾണറബിലിറ്റിയെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവർ നിങ്ങളിലൂടെ ഡ്രഗ്സ് വിൽപ്പന നടത്തി പ്രോഫിറ്റ് അവർ കൊയ്യാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ ആ ചെതിക്കുഴിയിൽ അല്ലെങ്കിൽ ആ കെണിയിൽ നിങ്ങൾ ആ ട്രാപ്പിൽ നിങ്ങൾ പെടാൻ പാടില്ല. ഇതാണ് എൻ്റെ അഭ്യർത്ഥന. ആരോഗ്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന എളിയ ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ ഒരുപാട് കണ്ണീരുകൾ ഒപ്പാൻ സാധിക്കും എന്ന അനുഭവങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞു. ഇരകളെയാണ് ഈ വിപത്തിന് ആവശ്യം. ഇരകളായി തീരുക എന്നത് കീഴടങ്ങലാണെന്ന് നാം ഓർക്കണം. ഈ മഹാദൗത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം. നമുക്കൊന്നിച്ച് ഈ നാടിനെ ലഹരി മുക്തമാക്കണം. എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം ഇപ്പം നേരത്തേക്കെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കുകയും നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാനും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമായുള്ളൊരു മനസ്സുണ്ടാവൂ. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിലേ ശാരീരിക ആരോഗ്യമുണ്ടാവും. ഓരോ ജീവിതവും സന്തോഷത്തിൻ്റെ പൂക്കൾ വിടർന്ന വസന്തങ്ങളായി മാറട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ. ലഹരിയുടെ തീക്കനൽ വീണ് വരണ്ടു പോവാൻ ഒരു ജീവിതത്തെയും അനുവദിക്കില്ല നമ്മൾ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ബി എ ഹീറോ. സൂക്ഷിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് ഫ്രണ്ട് സർക്കിളിനോട് മീറ്റ് ചെയ്യുന്നു, എങ്ങനെ ടൈം ചെലവഴിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും പേടിക്കേണ്ട. പുതിയ പുതിയ വാക്കുകൾ വരുന്നുണ്ട്. ജെൻ ആൽഫ, ജെൻ ഇസഡ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കേട്ട് ഭയക്കണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹിക്കുക. അഫെക്ഷൻ, അച്ചീവ്മെൻ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഉപേന്ദ്ര ആചാര്യ എന്നാണ്. അദ്ദേഹത്തിന് 105 വയസ്സായി. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുകയും ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ യദൃച്ഛയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ കാണുകയും ഇന്നാണ് അദ്ദേഹത്തെ ആദരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എവിടെ കൊണ്ടുവന്ന എല്ലാവർക്കും അതിനുവേണ്ടി പെട്ടെന്ന് ഞാൻ സജീവിൻ്റെ അടുത്ത് പറഞ്ഞു. എന്തായാലും അദ്ദേഹം വരാൻ സന്മനസ് കാണിച്ചു. ഇതൊരു വലിയൊരു മാതൃകയാണ്. 105 വയസ്സായിട്ടും അദ്ദേഹം എല്ലാ ദിവസവും യോഗ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.